പടം ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മളെത്ര ഹാപ്പി എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ അഭിനയിച്ചവർ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്, അവരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവി ആയിരിക്കും. ചെറിയ ക്യാമ്പേഷൻ കാത്തിരുന്ന പടമാണ്. ഒരുപാട് പ്രയത്നിച്ച ഒരു പടം കൂടിയാണ്. ഒരുപാട് പേരെ സ്വപ്നമാണ് ഈ പടം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ജോച്ചേട്ടൻ സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കൊച്ചു ഫിലിമാണെങ്കിലും നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ലതായിട്ട് പോയിട്ടുണ്ട്. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. അനുമോൾ നല്ലതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ഇപ്പോൾ സ്പെഷ്യലി ഇപ്പം നോക്കുവാണെങ്കിൽ ഈ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതലും ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ റേപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. എല്ലാവരുടെയും സൂപ്പർ. അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും, ഇതിപ്പോൾ വൈകി വന്നാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാതിരിക്കുന്നവർക്ക് നഷ്ടമാണ്. എന്തായാലും എല്ലാവരും പോയി കാണും. നല്ല സിനിമ, ഫാമിലി എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റും. കട്ടിലെ മലയാളികൾക്ക് നഷ്ടമാണ്. ചെയ്ത പടമാണിത്. അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പടം ഇറക്കിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഈ പടത്തിൻ്റെ. ഈ പടത്തിൽ തന്നെ ആരോ എന്ന് പറഞ്ഞ മൂവി തന്നെ നമുക്ക് കാണാം. 2018 ആയതുകൊണ്ട് പല പടങ്ങളുടെ ഷെഡ്യൂളിൻ്റെ ഇടയിൽ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷെഡ്യൂള് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പിന്നെയും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അങ്ങനെ പല സമയത്ത് എടുത്തതുകൊണ്ട് ഗെറ്റപ്പിലും ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഞാൻ അതല്ലാതെ എന്താ ഞാനിതിൽ പറയാം. എല്ലാവരും ഉണ്ടായിരുന്നു. ജോയിച്ചേട്ടനാണെങ്കിലും അനുമോളേച്ചി ആണെങ്കിലും ഗിച്ചു ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സർവൈവൽ മൂവിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മിമിക്രി വേദിയിലൂടെ തന്നെ നമ്മളെ രസിപ്പിച്ച നമ്മുടെ അജീഷ് കോട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു പ്രകടനം ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നായിക പ്രധാനമുള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത്. പാട്ടാണെങ്കിലും ഒരു കള്ളുപാട്ടുണ്ട്, അത് അതിമനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ലൊരു മൂവി, ഒരു ഫാമിലി സിനിമയാണ്, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. എന്തോ അത് പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. നേരത്തെ താമര എന്നൊരു പേരിൽ ഈ സിനിമ വന്നിരുന്നത്, അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇങ്ങനെ പുതിയൊരു ഇതിലെത്തിയത്. എന്തായാലും ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു വിജയം കൈവരിച്ചു. നല്ല മൂവി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തോ ജോയിച്ചേട്ടൻ ഇതിനകത്തൊരു പോലീസ് വേഷമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജോസഫ് മൂവിയില്ലേ, അതിനുശേഷം ഒരു പോലീസ് വേഷം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തു, നല്ല പ്രകടനമാണ്. എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ നവാസ്ക പ്രത്യേകിച്ച് പറയുന്നത് പറഞ്ഞാൽ ഇക്കാടെ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല മൂവി, എല്ലാവരും അടിപൊളി. ചരിത്രമുണ്ട്. വൈകുന്നേരങ്ങളിൽ തൃശ്ശൂർ റൗണ്ടിൽ ഒരുപാട് പേര് ചീട്ട് കളിക്കാനായിട്ട് വരും. അപ്പം അത് ഒരു വിനോദത്തിന് വേണ്ടിയുള്ളൊരു ചീട്ടുകളി ആണ് അവിടെ നടക്കുന്നത്. അല്ലാതെ കാശ് വെച്ചോ അല്ലെങ്കിൽ ഒരു ക്രൈമൊന്നും അവിടെ നടക്കുന്നില്ല. ഒരുപാട് പേര് അതിന് അഡിക്റ്റാണ്. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിൽ പൂരങ്ങളും എല്ലാം നടത്തുന്ന ഒരു തൃശ്ശൂർ ബേസ്ഡ് ഒരുപാട് പടങ്ങൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ അത് ബേസ് ചെയ്ത ഒരു ക്രൈം ത്രില്ലറാണ് ഈ പടം. അതിൽ കുറേ കഥാപാത്രങ്ങൾ ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിൽ എനിക്ക് എടുത്തു പറയത്തക്ക അഭിനയം തന്നെ കലാഭവൻ ജിൻഡോ, പിന്നെ ഹരീഷ് പേങ്ങൻ, ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ, പിന്നെ താമരയായിട്ട് അഭിനയിച്ച പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ട ഒരു പടമാണ്. ഇത്തിരി വൈകിപ്പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയൊരു ഇതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ഒരു ആവറേജ് പടത്തിൻ്റെ ഒരു ഇതിൽ പറയാം. പടം എനിക്കിഷ്ടപ്പെട്ടു. ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. അതിൻ്റെ സസ്പെൻസൊന്നും ഞാൻ പറയുന്നില്ല. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഓവറോൾ കണ്ടിരിക്കാം. നല്ല മൂവി.